ഇമ്മാനുവേൽ IPC ചർച്ചിന്റെ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ തോമസ് ചാക്കോയുടെ ഭാര്യയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിക്കുകയും ചെയ്യുന്ന സിസ്റ്റർ സൂസൻ തോമസിനെ തൂലിക TVയിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. സിസ്റ്റർ സൂസൻ, താങ്കൾ എങ്ങനെയാണ് ഈ പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്? ഞങ്ങൾ കഴിഞ്ഞ 27 വർഷമായിട്ട് ബഹ്റിൽ കുടുംബമായിട്ട് വസിക്കുന്നു. അപ്പോൾ തന്നെ 13 വർഷമായി ഞങ്ങൾ അവിടുത്തെ ഓർത്തഡോക്സ് സഭയിലായിരുന്നു. ആ സമയങ്ങളിലൊക്കെയും പള്ളിയുടെ കാര്യത്തിൽ ഞങ്ങൾ വളരെയധികം ശുഷ്കാന്തിയോടെ നിന്ന സമയത്ത് ഈ ദൈവവചനം എന്താണെന്ന് ഞങ്ങൾക്ക് അതിനകത്ത് എഴുതിയിരിക്കുന്ന മർമ്മം മനസ്സിലാകാതിരുന്ന കാലഘട്ടമായിരുന്നു അത്. എന്നാൽ ഈ മാറ്റമില്ലാത്ത സുവിശേഷം കേൾക്കുവാൻ ജീവിതത്തിൽ ചില സമയങ്ങൾ ഞങ്ങൾക്ക് ദൈവം അനുവദിച്ചു തന്നു. ആ കേട്ട മാത്രയിൽ തന്നെ ഈ സുവിശേഷം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് കർത്താവിൻ്റെ സാക്ഷിയായി തീർന്ന് കർത്താവിൻ്റെ രാജ്യത്തിന് അവകാശിയായി തീരുക എന്നുള്ള ആ വലിയ മർമ്മം ഇതിനകത്ത് മറഞ്ഞു കിടക്കുന്നത്, ആ യേശുവിൻ്റെ സ്നേഹം ഈ ഭൂമിയിൽ യേശു കടന്നു വന്ന് പറഞ്ഞ വലിയ സത്യങ്ങൾ ഞങ്ങൾക്ക് മറഞ്ഞു കിടന്ന സ്ഥാനത്ത് പരിശുദ്ധാത്മാവ് ഇന്ന് ഭൂമിയിൽ ഉണ്ടല്ലോ. ആ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾക്കത് വെളിപ്പെടുത്തി തന്ന് ശേഷം ഞങ്ങളത് ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ഇവിടെയായി. എൻ്റെ പ്രത്യേകമായ അനുഭവത്തിൽ നിന്ന് പറഞ്ഞാൽ ഞങ്ങൾ രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വരുവാൻ ഞങ്ങളുടെ ഭവനത്തിൽ ഒരു ഓർത്തഡോക്സ് പ്രയർ മീറ്റിംഗ് തന്നെ ആദ്യമേ ഉണ്ടായി. അതിൽ കൂടി ഈ വചനങ്ങളൊന്നും ശരിയായ രീതിയിൽ കേൾക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. എന്നാൽ പുറത്തുള്ള അതിൽ കൂടെ ഒരു പ്രാർത്ഥന എന്തെന്ന് മനസ്സിലായി. എന്നാൽ ശേഷമുള്ള സമയം സുവിശേഷത്തിൻ്റെ മീറ്റിങ്ങിലേക്ക് കടന്നുപോയി. അവിടെ വെച്ച് ഈ സുവിശേഷം പ്രസംഗിക്കപ്പെട്ടപ്പോൾ അത് കേൾക്കുവാനിടയായി. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഉള്ളിനകത്ത് ഈ സത്യങ്ങൾ മനസ്സിലാക്കിയ സമയത്ത് തന്നെ അത് ഏറ്റെടുപ്പാനുള്ള കൃപ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് തന്നു. എൻ്റെ പ്രിയപ്പെട്ടവനും ഞാനും ഒന്നിച്ച് ഈ സത്യവിശ്വാസത്തിലേക്ക് 1998 കടന്നു വരുവാൻ ഇടയായി. ആ സമയത്ത് അനേക പ്രതികൂലങ്ങളൊക്കെ ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓർത്തഡോക്സ് സഭയിൽ നിൽക്കുകയാണ്, ഞങ്ങളുടെ ഭവനക്കാർ അതിലൊക്കെ ഉറച്ചു നിൽക്കുകയാണ്. ഞങ്ങൾക്ക് പെട്ടെന്ന് വിശ്വാസത്തിൽ കടന്നു വരുവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക തീരുമാനം അന്ന് എടുക്കുവാൻ ഇടയായി. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം പ്രതികൂലം വന്നാലും ദൈവസന്നിധിയിൽ ഒരു ഉറച്ച തീരുമാനമുണ്ട്. ഇത് കർത്താവിൻ്റെ കൽപ്പനയാണ്, ഇതനുസരിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പോകത്തില്ല എന്നുള്ള വലിയ സത്യം മനസ്സിലാക്കിയ ശേഷം ഞങ്ങളത് ബഹ്റിനിൽ ഒരു പാസ്റ്ററിനെ അന്വേഷിച്ച് നടന്നിട്ട് ഞങ്ങൾ അന്ന് രഹസ്യമായി ഒരു 10 ദിനാർ പൂൾ ഒരു വാടകയ്ക്കെടുത്ത് ഞങ്ങൾ സ്നാനപ്പെട്ടു. അപ്പോൾ തന്നെ ആ അനുഭവത്തിൽ നിൽക്കുവാനാണ്, രഹസ്യമായിട്ടൊക്കെ നിൽക്കുവാനാണ് വിചാരിച്ചത്. പക്ഷേ കർത്താവ് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നു. വേർപെട്ട് ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം വലിയ അനുഭവത്തെ ഞങ്ങൾക്ക് തന്നു. അതിനുപരിയായി എനിക്ക് പ്രത്യേകമായിട്ട് സ്നാനപ്പെടുന്നതിന് ഒരു 3 മാസം മുമ്പേ ഒരു ദൈവദാസൻ ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങളോട് ചോദിച്ചു, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിന് ആവശ്യമുണ്ടോ? ഞങ്ങൾക്ക് അന്ന് വരെ എന്താണെന്ന് ഒന്നും അറിയാൻ വയ്യായിരുന്ന സമയത്ത് ആ ദൈവദാസൻ പറഞ്ഞു തന്ന വചനം ഏറ്റെടുത്ത് ഞങ്ങൾ ഒന്നിച്ച് അവിടെ ഇരുന്ന് 2 കുടുംബങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വന്നു. എന്നാൽ എനിക്ക് അന്യഭാഷ അടയാളത്തോടെ തന്നെ സ്നാനപ്പെടുന്നതിന് മുമ്പേ ആത്മാവിൽ നിറയുവാനിടയായി. അന്ന് ആ ഹോള് നിറച്ച് മുഴുവൻ നടന്ന് ഞാൻ ദൈവത്തെ ആരാധിപ്പാനിടയായി. അതിനുശേഷം ഒറ്റ പ്രാവശ്യം ഞാൻ എൻ്റെ ചെവിയിൽ കേട്ടുള്ളൂ സ്നാനപ്പെടണമെന്നുള്ള സത്യം. അത് 1 പത്രോസ് 3:21 പറഞ്ഞിരിക്കുന്ന ആ വചനം ഒരു ദൈവദാസൻ ശുശ്രൂഷിച്ചുകൊണ്ട് നിന്നപ്പോൾ ആ ദൈവദാസൻ ഇപ്രകാരം പറഞ്ഞു, സ്നാനമോ ഇപ്പോൾ ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കായിട്ടുള്ള അപേക്ഷയായിട്ടത്രേ. യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൽ അത് നമ്മെ രക്ഷിക്കുന്നുള്ള വചനം കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് അത് കയറി. പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേറൊടിക്കും വരെ തുളച്ചു കയറുന്ന ദൈവത്തിൻ്റെ വചനം അന്ന് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ഭാരം വന്നു. ഇതുവരെയും നല്ല മനസ്സാക്ഷി പുലർത്തുവാൻ ക്രിസ്തുവിനോട് കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ ഇരുന്ന് കരഞ്ഞ് ദൈവസന്നിധിയിൽ പുറത്തു വന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു, ആരെല്ലാം എതിർത്താലും എന്തെല്ലാം പ്രതികൂലം വന്നാലും അല്ലെ നമുക്ക്
നമുക്ക് കർത്താവിൻ്റെ കൽപ്പനയാകുന്ന സ്നാനം അനുസരിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവനും ദൈവഭക്തിയോടെ ജീവിച്ച ഒരാളായതുകൊണ്ട് ദൈവവചനത്തിനും വചനത്തിന് കീഴടങ്ങി ഞങ്ങൾ ഒന്നിച്ച് ആ രഹസ്യമായിട്ടാണെങ്കിലും ആ കൃപയിൽ കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. സിസ്റ്റർ സൂസൻ, താങ്കളുടെ ശുശ്രൂഷയിലെല്ലാം കർത്താവിനോടുള്ള ഒരു തികഞ്ഞ സ്നേഹവും അതേസമയം തന്നെ മറ്റുള്ളവരെയും ഈ കർത്താവിന്റെ സ്നേഹത്തിലേക്ക് നയിക്കണമെന്നുള്ള ഒരു വ്യഗ്രതയും എപ്പോഴും ദർശിക്കാറുണ്ട്. അതിനുള്ള പ്രേരണ താങ്കൾക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സ്നാനം ഒരു പ്രാവശ്യമേ കേട്ടുള്ളൂ. അതിനുശേഷമായിട്ട് സ്നാനപ്പെട്ട് വേർപെട്ട് ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ ഒന്നിച്ച് തീരുമാനമെടുത്തപ്പോൾ തന്നെ അവിടെ 2000 ഞാൻ PWDയിൽ ഞങ്ങൾ രണ്ടും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 2000 ആയപ്പോൾ എനിക്ക് കർത്താവിനുള്ള സ്നേഹം 98 സ്നാനപ്പെട്ടതിന് ശേഷം കൂടുതലായി വർദ്ധിക്കുവാനിടയായ ശേഷം ഞാൻ പറഞ്ഞു, ലോകം മുഴുവൻ ഒരു ആത്മാവിനെ നേടുന്നത് ലോകം മുഴുവൻ നേടുന്നതിനേക്കാൾ വിലയാണെന്നുള്ള സത്യം എൻ്റെ ഹൃദയത്തിനകത്തോട്ട് ആ വചനം വരുവാനിടയായത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവനോട് പറഞ്ഞു, ബഹ്റിൻ ഗവൺമെൻറ്റിൻ്റെ എത്ര പൈസ തന്നാലും എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ് 2000 ഞാൻ എൻ്റെ ജോലി മാറ്റിവെച്ച് അന്നു മുതൽ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച് അനേക ഭവനങ്ങളിൽ കടന്നുപോയി കർത്താവിൻ്റെ ഈ സാക്ഷിയാകുവാൻ സുവിശേഷം പറയുവാൻ ഇടയായി. അത് നിമിത്തമായിട്ട് അനേക ഞങ്ങളുടെ ഭവനത്തിൽ ഒരു സഹോദരിമാരുടെ മീറ്റിംഗ് 2000 ശേഷം തുടങ്ങി. ആ മീറ്റിങ്ങിൽ അനേക സഹോദരിമാർ കടന്നു വന്ന് ഈ വചനസത്യം മനസ്സിലാക്കുവാനായിട്ട് ഇടയായി. അത് ഞങ്ങൾക്ക് വലിയൊരു സഭയുടെ തുടക്കത്തിന് മുഖാന്തരമായി. ഞങ്ങൾ 7 ദിവസം ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ പ്രിയപ്പെട്ടവനോട് വ്യക്തമായിട്ട് സംസാരിച്ച് ദൈവസഭയാകുവാൻ തക്കവണ്ണം, ഞങ്ങൾ വേർപെട്ട ദൈവസഭയാകുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങൾക്ക് ആലോചന തരികയും എൻ്റെ പ്രിയപ്പെട്ടവൻ അത് ഏറ്റെടുക്കുകയും ഞങ്ങൾ അതിൽ കൂടെ ഒരു ദൈവസഭ ഭവനത്തിൽ തുടങ്ങുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കി. എൻ്റെ ഉള്ളിനകത്ത് എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ കർത്താവ് യേശു, ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ രഹസ്യമായെന്ന് പറയുമ്പോൾ ആഭരണം ഇട്ടുകൊണ്ടായിരുന്നു ഞങ്ങൾ സ്നാനപ്പെട്ടത്. എന്നാൽ അതെന്നെ വളരെയധികം ഭാരപ്പെടുത്തി. എനിക്ക് കർത്താവിൻ്റെ സാക്ഷിയാകുവാൻ മറ്റു പലരുടെ അടുത്ത് പറ്റുന്നില്ല. ഈ പറയുമ്പോൾ തന്നെ അവര് എന്നോട് ചില കാര്യങ്ങൾ ചോദിക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ എൻ്റെ ജീവിതത്തിൽ കർത്താവ് എന്നോട് സംസാരിച്ച് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിക്കുമ്പോൾ അത് നമുക്ക് സ്നാനത്തിൽ നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്നുള്ള വലിയ സത്യം എൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്തു. നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാണെന്നുള്ള ബോധ്യം എന്നെ മനസ്സിലാക്കി. അപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് വന്ന വചനമാണ് എന്നെ ഇന്നുവരെയും ദൈവത്തിൽ നിർത്തിയിരിക്കുന്ന. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു, ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസ്യരൂപമെടുത്തു. ആ കർത്താവ് കാൽവറിയിൽ ഈ ഭൂമിയിൽ വന്ന് ദൈവത്വം എല്ലാം വെടിഞ്ഞു വന്ന് നമ്മളെ വീണ്ടെടുത്ത യേശുവിൻ്റെ സാക്ഷിയാകുവാൻ ഈ ഭൂമിയിൽ നമ്മൾ ഏതൊക്കെ നിലകളിൽ പറ്റുന്നോ അതൊക്കെ നമ്മൾ ചെയ്യണമെന്നുള്ള വലിയ സത്യം എൻ്റെ ഉള്ളിൽ വന്നു. യേശുവിനുള്ള സ്നേഹം എൻ്റെ ഉള്ളിനകത്ത് അധികമായിട്ട് അത് കടന്നു വരുവാൻ ഇടയായി. യേശു പരസ്യമായിട്ട് ആ കാൽവരിൽ യാഗമായി തീർന്നെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് കർത്താവിൻ്റെ സാക്ഷിയാകുവാൻ, ഞാനൊരു പെന്തക്കോസുകാരി ആകുവാൻ പരസ്യമായിട്ട് തന്നെ ജീവിതത്തിൻ്റെ നമ്മുടെ പ്രവർത്തനത്തിലും നമ്മുടെ ജീവിതത്തിലും വേണം. അതോടൊപ്പം തന്നെ മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ ഒരു സാക്ഷിയാകണമെന്നുള്ള ചിന്ത എന്നെ വളരെയധികം ഭരിച്ചുകൊണ്ടിരുന്നു. കർത്താവിനുള്ള സ്നേഹം ഓരോ ദിവസവും വർദ്ധിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞാൽ, ഞാൻ ദൈവസന്നിധിയിൽ വ്യക്തിപരമായ പേഴ്സണൽ പ്രെയർ എൻ്റെ ജീവിതത്തിൽ കൂടുതലായിട്ടുണ്ടായിരുന്നു. അതിൽ കൂടെ യേശുവിനുള്ള സ്നേഹം വർദ്ധിക്കുകയും അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് ഏറ്റെടുത്ത് കർത്താവ് എനിക്കൊരു ദൗത്യം തന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ആശ്രയിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകാൻ ദൈവമേ ഇടയാക്കി. സിസ്റ്റർ സൂസൻ, താങ്കൾ പവർ വിഷൻ ടിവിയിൽ സജീവമായി പ്രവർത്തിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ആ പ്രവർത്തനങ്ങൾ ഇതോടൊപ്പം എങ്ങനെയാണ് താങ്കൾ കൊണ്ടുപോകുന്നത്? പവർ വിഷൻ ടിവിയിൽ ദൈവം എനിക്കൊരു അവസരം തന്നത് ഒരു സാക്ഷി പറയാനായിരുന്നു.
ഇതുപോലൊരു സാക്ഷ്യത്തിന് ഉള്ള അവസരമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ അവിടെ ദൈവവചനം അത് ഞാൻ പഠിച്ച ശേഷം അതെനിക്ക് അവിടെ പറഞ്ഞപ്പോൾ അവർക്കെല്ലാം ഒരു 4 മെസ്സേജ് കൊടുത്തപ്പോൾ തന്നെ അത് ഓരോരുത്തർക്കും അനുഗ്രഹമായി തീർന്നു. അത് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഭാഗ്യ പദവിയായിട്ട് ഞാൻ കരുതുന്നു. കാരണം ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് വചനം പറയുമ്പോൾ ലോകത്തിൻ്റെ 52 രാജ്യങ്ങളിൽ ഇരുന്ന് കർത്താവിൻ്റെ വചനം കേൾക്കുന്ന ഒരു മഹത്തരമായ ശുശ്രൂഷ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം തന്നത് ഞാൻ ഏറ്റവും ഭാഗ്യകരമായ അവസ്ഥയാണെന്ന് ഞാൻ ഇന്ന് കരുതുന്നു. അതുപോലെ തന്നെ സിസ്റ്റർ സൂസൻ, ഒരു പാസ്റ്ററുടെ ഭാര്യ എന്ന നിലയിൽ മറ്റു പാസ്റ്റേഴ്സിന്റെ ഭാര്യമാരോട് നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ്? ഒരു പാസ്റ്ററിൻ്റെ ഭാര്യ എന്ന നിലയിൽ ഞാൻ വിവിധ നിലകളിൽ വളരെയധികം പ്രാർത്ഥനയോടെയാണ്, ദൈവകൃപയോടെയാണ് ഈ നാളുകളിൽ മുന്നോട്ട് പോകുന്നത്. ഞാനൊരു മാതാവാണ്, 2 കുഞ്ഞുങ്ങളുടെ മാതാവാണ്, ഞാനൊരു ഭാര്യയാണ്, ദൈവസഭയുടെ പാസ്റ്ററിൻ്റെ ഭാര്യയാണ്. അതുപോലെ തന്നെ ഒരു ചുമതല എൻ്റെ ജീവിതത്തിൽ ദൈവസഭയോട് ബന്ധത്തിലുണ്ട്. പക്ഷേ എല്ലാം പൊതു ശുശ്രൂഷയിൽ ഞാൻ കടന്നു പോകുന്നു. ഇതെല്ലാം അതിൻ്റെ ക്രമമായിട്ട് എങ്ങും ഒരു ഭാരമോ ഒരു ക്ഷീണമോ വരാതെ കൊണ്ടുപോകാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് പ്രത്യേകമായ കൃപ തരുന്നു. എന്നാൽ മറ്റു പാസ്റ്റേഴ്സിൻ്റെ വൈഫിനോട് പറയാനുള്ള ഒരു സന്ദേശമെന്ന് പറഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ കൂടെ ദൈവസഭയിലായിരിക്കുന്ന പാസ്റ്റർമാരുടെ വൈഫ് ഒത്തിരി നമ്മൾ ദൈവസഭയിലുള്ള സഹോദരിമാരെ പ്രാർത്ഥനയിലും അവരുടെ വിശുദ്ധിയിലും പ്രത്യേകമായിട്ട് അവരുടെ ഡ്രസ്സിങ്ങിലും അവരുടെ ഓരോ രീതിയിലും കറക്റ്റ് ചെയ്യത്തക്കവണ്ണം നമ്മൾ ബോധവാന്മാരായിരിക്കണം. പ്രത്യേകമായി എനിക്ക് പറയുവാനുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വിവാഹം കഴിച്ചു വരുന്ന കുടുംബങ്ങൾക്ക് പാസ്റ്ററിൻ്റെ ഭാര്യ കൗൺസിലിംഗ് കൊടുക്കേണ്ട ഒരു ചുമതലയും കൂടെ നമ്മളിൽ നിക്ഷിപ്തമായിട്ടുണ്ട്. അത് നമ്മൾ ചെയ്യണം. അത് ചെയ്തു കഴിയുമ്പോൾ അവർക്ക് നിസ്സാരമായ പ്രശ്നങ്ങളിൽ കൂടെ അത് കടന്നു പോകുന്നവർക്ക് അത് ഒരു വിടുതലായി തീരും എന്നുള്ള വലിയൊരു സത്യം അതിനകത്ത് മറഞ്ഞു കിടപ്പുണ്ട്. ദൈവം തന്ന ദൗത്യം നമ്മൾ വെറുതെ നമ്മൾ പാസ്റ്ററിൻ്റെ കൂടെ നമ്മൾ പോയി തിരിച്ചു വരുന്ന അനുഭവമല്ല. അതിലപ്പുറമായിട്ട് എനിക്കൊരു ശുശ്രൂഷയും കൂടെ തന്നിട്ടുണ്ടെന്നുള്ള ആ ചിന്തയിൽ ദൈവസഭയിൽ ആക്റ്റീവായിട്ട് പ്രാർത്ഥനയിലും ഉപവാസത്തിലും എൻ്റെ ജീവിതത്തിൽ പറഞ്ഞാൽ ഞങ്ങൾ 7 ദിവസം സഹോദരിമാരുടെ മീറ്റിംഗ്, 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ദൈവസഭയിലുണ്ട് ബഹറിൽ. അതിലെ സഹോദരിമാരുടെ രാവിലത്തെ മീറ്റിംഗ് ശക്തമായി സഭയുടെ പ്രാർത്ഥന, ആ സഹോദരിമാരുടെ മീറ്റിങ്ങിലെ പ്രാർത്ഥനയിൽ അത്ഭുതങ്ങൾ നടക്കാത്ത വിഷയങ്ങൾ അനേകം പ്രാർത്ഥിക്കുന്നു. അതിന് ഞാൻ അവിടെ ചുമതലയെടുത്ത് മുന്നോട്ട് കടന്നു വന്നതുകൊണ്ട് എൻ്റെ കൂടെ ഒരു കൂട്ടം സഹോദരിമാർ പ്രാർത്ഥിക്കുവാനിടയായി. അത് സഭയ്ക്കും പാസ്റ്ററിനും അനേകർക്കും വിടുതലാക്കി തീർന്ന ശുശ്രൂഷ പാസ്റ്റർമാരുടെ ഭാര്യമാരിൽ നിക്ഷിപ്തമാണെന്നുള്ള വലിയ സത്യം ഇന്ന് എനിക്ക് മനസ്സിലായത് നിങ്ങളോട് സംസാരിപ്പാനുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നല്ലോ സൂസൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീനെന്ന്. നീ നിരന്തരമായ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ഇടപെടാതെ പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ ശുശ്രൂഷകൾ ചെയ്യുവാൻ താങ്കൾക്ക് എങ്ങനെ സാധിക്കുന്നു? എനിക്ക് സാധിക്കും. ഞാൻ തുടർച്ചയായ ശുശ്രൂഷകൾ മിക്കവാറും ഞാൻ കഴിവത്തോളം എടുക്കാറില്ല. ഞാൻ ഒരു ശുശ്രൂഷ കഴിഞ്ഞ് ഇടയ്ക്കൊരു ഗ്യാപ്പ് ഒരു ദിവസം മാറ്റിവെച്ചതിന് ശേഷമാണ് ഞാൻ ശുശ്രൂഷയ്ക്ക് പോകുന്നത്. അത് കൂടാതെ തന്നെ ഞാൻ എൻ്റെ ദൈവസന്നിധിയിലുള്ള പ്രാർത്ഥന, ഉപവാസം, ദൈവത്തിനുള്ള സമർപ്പണം, ഇതൊന്നും കളഞ്ഞിട്ട് ഒരു ശുശ്രൂഷയ്ക്കും ഞാൻ പോകാറില്ല. ഇന്ന് വരെയും കൃപയാൽ എനിക്കതിനിടയായിട്ടുണ്ട്. എൻ്റെ വ്യക്തിപരമായ പേഴ്സണൽ പ്രെയർ ഒരിക്കലും ഞാൻ മുടക്കാറില്ല. ഞങ്ങൾ രാവിലെ ഞാൻ കടന്നു പോകുമ്പോൾ, രാവിലെ ചില ദൂരെയുള്ള സ്ഥലത്ത് പോകുമ്പോൾ അതിന് മുമ്പേ തന്നെ എഴുന്നേറ്റ് ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച് ദൈവകൃപ ആശ്രയിച്ചുകൊണ്ട് എൻ്റെ പ്രാർത്ഥന മുടങ്ങിക്കളയാതെ ജീവിതത്തിലെ ഏറ്റവും കർത്താവ് ആഗ്രഹിക്കുന്ന നമ്മളിൽ നിന്ന് എന്താണെന്ന് വെച്ചാൽ അത് ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധമാണ്. അതിൽ കൂടെ തന്നെ നിന്നുകൊണ്ട് കൃപയാൽ ഇന്ന് വരെയും ദൈവസന്നിധിയിൽ ശുശ്രൂഷയ്ക്കായിട്ട് മുന്നോട്ട് പോകുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഞാൻ മടങ്ങി വന്നതിന് ശേഷവും കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവകൃപ കൂടാതെ എൻ്റെ പ്രിയപ്പെട്ടവൻ ഞാൻ ശുശ്രൂഷിക്കാൻ കടന്നു പോകുന്നിടത്തൊക്കെ എനിക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കും. ഒരു സഭ എൻ്റെ പുറകിൽ പ്രാർത്ഥിക്കും. എനിക്ക് ആ ഒരു ദൈവകൃപയിലാണ് ദൈവം എന്നെ ഇന്നുവരെയും നിർത്തിയിരിക്കുന്നത്. സിസ്റ്റർ സൂസൻ, അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്
യെരുശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് പ്രത്യേകമായി കർത്താവ് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് സാക്ഷികളാകുമെന്നുള്ള ഒരു കോണ്ടെക്സ്റ്റിലാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ അനേക ക്രിസ്തീയ പ്രവർത്തനങ്ങൾ, സുവിശേഷ പ്രവർത്തനങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ വ്യത്യസ്തമായി പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിച്ചിട്ടെന്നുള്ളതും മറ്റു പ്രവർത്തനങ്ങളുമായി താങ്കൾക്കുള്ള വീക്ഷണം എന്താണ്? പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിച്ചതിന് ശേഷമാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത്. ഒരു കാര്യം പ്രവർത്തിക്കണമെങ്കിൽ ഈ ലോകത്തിൽ തന്നെ നമുക്ക് പവർ ആവശ്യമുണ്ട്. അതുപോലെ തന്നെയാണ് യേശു അവിടെ പറഞ്ഞിരിക്കുന്ന, പോകുന്നതിന് മുമ്പ് പറഞ്ഞ അവസാനത്തെ വാക്കാണിത്. ഈ ഒരു വാക്യമാണ് എന്നെ ഇത്രത്തോളം ദൈവം രാജ്യങ്ങളിൽ കൊണ്ടുപോകാനുള്ള ഏറ്റവും മുഖാന്തരമായ വാക്യമാണിത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഏറ്റവും അർത്ഥമുണ്ട്. ദൈവസന്നിധിയിൽ നമ്മൾ കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. പരിശുദ്ധാത്മാവ് ലഭിച്ചെന്ന് മാത്രമല്ല, അതിനകത്ത് അതിൻ്റെ ഒരു പവർ നമ്മൾ ഏറ്റെടുക്കണമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ പവർ വരുമ്പോൾ പ്രവർത്തിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഭവനത്തിലുണ്ട് എന്ന് പറഞ്ഞതുപോലെ കർത്താവ് പറഞ്ഞത് അവിടെ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനമാക്കുന്നത്. അവിടെ അത് ശിഷ്യന്മാർക്ക് അതാണ് അറിയേണ്ടത്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഇരിക്കുകയും ഭരിക്കുകയും ഒന്നുമല്ല വേണ്ടിയത്, പരിശുദ്ധാത്മാവിനായിട്ട് നിങ്ങൾ കാത്തിരുന്ന് ശക്തി പ്രാപിച്ചിട്ട് ഞാൻ കടന്നു പോവുകയാണ്, എൻ്റെ ദൗത്യം നിങ്ങൾ ഇവിടെ ഭൂമിയിൽ ചെയ്യണം. ഇത് മാത്രമാണ് അഭിഷേകം പ്രാപിച്ച ഒരു വിശ്വാസിയുടെ, എല്ലാ വിശ്വാസികളുടെയും ദൗത്യം എന്ന് പറഞ്ഞാൽ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സാക്ഷിയാകണം, എൻ്റെ സാക്ഷിയാകണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ചൂടടയാളം പൗലോസ് പറഞ്ഞതുപോലെ ശരീരത്തിൽ അനുഭവിക്കുന്ന ആ രക്ഷയുടെ സന്തോഷം നമ്മുടെ ഉള്ളിനകത്ത് കടന്നു വന്നത് നമ്മൾ മറ്റുള്ളവരോട് പറയണം. ഈ യേശു ഭൂമിയിൽ കടന്നു വന്ന് നമ്മളെ നിത്യതയിൽ കൊണ്ടുപോകാൻ ഒരു വഴി ഒരുക്കിയെന്നുള്ള സത്യം മറ്റുള്ളവരോട് കടന്നു പറയണം. അത് യെരുശലേമിലും യഹൂദയിലും ശമരിയയിലും ലോകത്തിൽ എല്ലായിടത്തും പോവും. ഈ വാക്യം മതി. ഞാൻ പറയട്ടെ, എവിടൊക്കെ നമുക്ക് രാജ്യങ്ങളിൽ പോകണോ, ഈ വാക്യം വെച്ച് പ്രാർത്ഥിച്ച ആത്മാവിന്റെ ശക്തിക്ക് വേണ്ടി കാത്തിരുന്നാൽ കടന്നു പോകാൻ കഴിയും. കൂടാതെ തന്നെ അത് യെരുശലേമിൽ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങൾക്ക് എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ മാതാവിനെയും പിതാവിനെയും അവരുടെ സഹോദരങ്ങൾ കുടുംബങ്ങളെയും ദൈവോറിവിൽ കൊണ്ടുവരുവാൻ ഇടയായി. എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ മാതാപിതാക്കൾ നേരത്തെ മരിച്ചിരുന്നത് കൊണ്ട് എൻ്റെ സഹോദരങ്ങൾ 3 കുടുംബങ്ങളും അവർ ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി. അപ്പോൾ നമുക്ക് അതിനുശേഷമായിട്ട് എൻ്റെ ഭവനത്തിൽ, എൻ്റെ നാടായിരിക്കുന്ന കാരിച്ചാലിൻ്റെ ദേശത്ത് അവിടെ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് തന്നെ 3 ചെറുപ്പക്കാരെ കൊണ്ടുവരുവാൻ ഈ വാക്യമാണ് എൻ്റെ ഉള്ളിനകത്ത് എപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സത്യം. അവിടെ ഞാൻ സാക്ഷിയായ നിമിത്തമായിട്ട് ഒരു 3 ചെറുപ്പക്കാർ കടന്നു വന്ന് സ്നാനപ്പെട്ട നിമിത്തമായിട്ട് അവിടെ ഒരു ദൈവസഭ തുടങ്ങുവാൻ തക്കൊണ്ടിടയായി. അതുപോലെ തന്നെ മാവേലിക്കരയിലും ദൈവത്തിന്റെ സാക്ഷിയായിട്ട് ഞങ്ങൾ നിന്ന നിമിത്തമായി അവിടെയും ദൈവസഭ തുടങ്ങുവാൻ ഇടയായി. ബഹറിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ സത്യം മനസ്സിലാക്കി ഞങ്ങൾ കൂടെ തന്നെ ഒരു ദൈവസഭ തുടങ്ങി. അതാണ് ഇമ്മാനുവൽ IPC. ആ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവൻ പാസ്റ്റർ അല്ലായിരുന്നു. അതിനുശേഷം 2004 ജോലി റിസൈൻ ചെയ്ത് കർത്താവിന്റെ മഹത്വമുള്ള വേലയിലേക്ക് വന്നത്. ഈ പവർ, ഈ ശക്തി ലഭിച്ചിട്ട് ഭൂമിയുടെ അറ്റത്തോളം സാക്ഷിയാകും. എങ്ങനെ പറ്റും? എനിക്ക് തന്നെ അതിശയമാ, ഇത്രത്തോളം എങ്ങനെ കടന്നു പോകാൻ പറ്റും? പക്ഷേ അത്യുന്നതന്റെ ശക്തി നമ്മുടെ മേൽ വരുമ്പോൾ ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല. സിസ്റ്റർ സൂസൻ, എല്ലാ വനിതകൾക്കും താങ്കളെ പോലെ മിഷണറിയായി ഒരുപക്ഷെ പോകാൻ പറ്റിയെന്ന് വരില്ല. എന്നാൽ ഒരുപക്ഷെ അവരുടെ ഹൃദയത്തിൽ അങ്ങനെയുള്ള ആഗ്രഹം കാണാം. അങ്ങനെയുള്ളവരെ പറ്റി താങ്കളുടെ സജഷൻ എന്താണ്? നമുക്ക് വിവിധ തരം ശുശ്രൂഷകളാണ് കർത്താവ് വെച്ചിരിക്കുന്നത്. കർത്താവിന്റെ വചനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം നമ്മൾ ഏത് വിളിയാണ് നമ്മളെ കുറിച്ചുള്ളതെന്ന് നമ്മൾ വ്യക്തമായി ആദ്യം ദൈവസന്നിധിയിൽ ഇരുന്ന് മനസ്സിലാക്കണം. ആ വിളി മനസ്സിലാക്കുമ്പോൾ ചിലർക്ക് പ്രാർത്ഥിക്കാനുള്ള കൃപയായിരിക്കും, ചിലർക്ക് ദൈവസന്നിധിയിൽ സാമ്പത്തികമായി കൊടുക്കാനുള്ള കൃപയായിരിക്കും. എന്നാൽ എല്ലാവർക്കുമുള്ള ഒരു ദൗത്യമാണ്, നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിക്കുക.
ഒരുങ്ങിപ്പീൻ. അതിനകത്തുനിന്ന് ആരും എക്സെപ്ഷൻ ഇല്ല. പക്ഷേ സഹോദരിമാരോട് എനിക്ക് പറയുവാനുള്ളത്, ഒരു വലിയ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഒരു വലിയ ശുശ്രൂഷയാണ്. അത് പ്രാർത്ഥനയിൽ ശക്തമായി പോരാടുന്നത്, അനേകർ ഇങ്ങനെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഒരു വലിയ ശുശ്രൂഷയാണ്. ആ പ്രാർത്ഥന എന്ന ശുശ്രൂഷയാണ് ഞാൻ ഈ പൊതു ശുശ്രൂഷ നയിക്കുന്ന എനിക്കും കൂടെ ഏറ്റവും അധികം പറയാനുള്ള ഒരു കാര്യം. പ്രാർത്ഥിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധമുണ്ടെങ്കിൽ, ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്താണ് കർത്താവിനെ കുറിച്ച് കർത്താവ് ചെയ്യുന്ന പദ്ധതി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ചെയ്യുവാൻ കഴിയും. അപ്പോൾ പ്രാർത്ഥന ഒരു ദൗത്യമാണ്, ഒരു ഡ്യൂട്ടിയാണ് നമ്മുടെ ജീവിതത്തിൽ. അത് കൂടാതെ തന്നെ നമുക്ക് ആത്മാക്കളെ നേടുവാൻ കഴിയും. സഹോദരിമാര് വീട്ടിലിരിക്കുമ്പോൾ സഹോദരിമാരെ അവിടെ കടന്നു ചെന്ന് നമ്മുടെ സാക്ഷ്യം പറയുകയും അവർക്ക് വേണ്ടി അഭിഷേകം പ്രാപിച്ച നമ്മൾ അവരുടെ ഹൃദയത്തിന്റെ മുറിവുകളെ കെട്ടുവാനും അവർക്ക് ഈ വചനം പറഞ്ഞു കൊടുക്കുവാനും നമുക്കിടയാവും. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ അനേക മണിക്കൂറുകൾ ഇരുന്നുകൊണ്ട് ദൈവവചനം പറഞ്ഞു കൊടുക്കുന്ന അനുഭവം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തന്നെ ദൈവവചന ധ്യാനത്തിനായിട്ട് വീട്ടിൽ സമയം എടുത്തിട്ട് നമ്മൾ ഈ വായിച്ച വചനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ആ വചനം കേട്ട് അനുസരിച്ചുകൊണ്ട് ആ ശുശ്രൂഷ നമുക്ക് പൊതു ശുശ്രൂഷയെക്കാട്ടിലും വളരെയധികം പേഴ്സണൽ ഇവാഞ്ചലിസം നമുക്ക് ചെയ്യുവാൻ കഴിയും. അങ്ങനെ നോക്കുമ്പോൾ ഒത്തിരി ശുശ്രൂഷകൾ നമ്മുടെ ജീവിതത്തിൽ അവർക്ക് പാടുവാനുള്ള കൃപയാണ്. അവർ ആ പാട്ടിൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അങ്ങനെ നമുക്ക് വിവിധ തരം ശുശ്രൂഷകൾ, കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനേക ശുശ്രൂഷകളുണ്ട്. എനിക്ക് ഒരു ശുശ്രൂഷയും ഇല്ലെന്ന് പറഞ്ഞ് അഭിഷേകം പ്രാപിച്ച് ഭവനത്തിൽ ഇരിക്കുവാൻ അല്ല ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മളെ ദൈവം മറ്റുള്ളവരിൽ നിന്ന് വിളിച്ചു വേർതിരിച്ച് നമ്മുടെ മേൽ അഭിഷേകം തന്നിരിക്കുന്നത് യെശയ്യാപ്രവചനം 61 നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുമ്പോൾ ബദ്ധന്മാർക്ക് വിടുതലും യേശു കർത്താവിനെ അഭിഷേകം ചെയ്ത അതാണ്. ആ സ്വപുത്രന്റെ ആത്മാവിനെ നമ്മുടെ മേൽ പകർന്നിരിക്കുമ്പോൾ എല്ലാ സഹോദരിമാർക്കും ഒരു ശുശ്രൂഷ ഉണ്ട്. അത് എന്താണെന്ന് നാം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ കർത്താവ് നമ്മളോട് സംസാരിക്കും. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച്, നമ്മുടെ സമയങ്ങളെ ക്രമീകരിച്ച്, ജോലി ചെയ്യുന്നവർക്കും അല്ലാത്തവർക്കും എല്ലാം കർത്താവിന്റെ സന്നിധിയിൽ വേല ചെയ്യാവുന്നതാണ്. സിസ്റ്റർ സൂസൻ, താങ്കളുടെ മക്കൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ മാതാപിതാക്കൾ രണ്ടുപേരും കർത്താവിന്റെ വേല ചെയ്യുമ്പോൾ അവരുടെ പങ്ക് ഇതിൽ എന്താണ്? അതേസമയം തന്നെ അവരെ നമ്മൾ വാച്ച് ചെയ്യുകയും അവർ എത്രമാത്രം അവരുടെ ആത്മീയ നിലയെപ്പറ്റി താങ്കൾക്ക് എന്താണ് അഭിപ്രായം? മക്കളാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന നമ്മുടെ കുടുംബമാണ്. എൻ്റെ കുടുംബം, എൻ്റെ കുഞ്ഞുങ്ങൾ, ഇത് വിട്ടിട്ട് ഞാൻ ഒരിക്കലും ഒരു ശുശ്രൂഷയിൽ പോകാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവൻ അനുവദിക്കുന്ന സമയത്ത് അനുവദിക്കുന്നത് പോലെ ആ അനുഗ്രഹത്തോടെയും പ്രാർത്ഥനയോടെയും മാത്രമാണ് ഞാൻ കടന്നു പോകുന്നത്. അപ്പോൾ ആ ഒരു കൃപ എൻ്റെ മേൽ ദൈവം അത് തുറന്നിരിക്കുന്നത്. എൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് പ്രാരംഭമായിട്ട് എൻ്റെ പ്രിയപ്പെട്ടവൻ ഒരു ദർശനം കൊടുത്തത് കൊണ്ടാണ് എനിക്ക് ഇത്രത്തോളം കടന്നു പോകുവാൻ സാധിച്ചത്. അതുകൂടാതെ എൻ്റെ 2 ആൺകുഞ്ഞുങ്ങളാണ്. ആ ആൺകുഞ്ഞുങ്ങളെ 26ഉം 20 വയസ്സുള്ള 2 കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ ഓരോ വളർച്ചയിലും ഞാൻ കഴിഞ്ഞ 6 വർഷമായിട്ട് ഈ ശുശ്രൂഷയിൽ പൊതുവായിട്ട് കടന്നു വന്നിട്ടുള്ളൂ. ആ സമയങ്ങളിലൊക്കെ കുഞ്ഞുങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ അവരുടെ എല്ലാ കാര്യത്തിലും ഞാൻ പൂർണ്ണമായിട്ട് ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ഒരു മാതാവ് എന്തെല്ലാം ചെയ്യണമെന്ന് ഈ വചനത്തിനകത്തും നമ്മളെ ദൈവം പറഞ്ഞിരിക്കുന്നതെല്ലാം ഞാൻ അതിൻ്റെ പടിയായിട്ട് നിവർത്തിച്ച് അവരുടെ ഏത് ആവശ്യത്തിലും ഞാൻ പോവുകയും പറയുകയും ചെയ്ത് ഈ അമേരിക്കയിൽ തന്നെ പലവട്ടം കടന്നു വന്നപ്പോൾ, എൻ്റെ മൂത്ത മകനിവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ പലപ്പോഴായിട്ട് ഇവിടെ കടന്നു വന്നു. ശുശ്രൂഷയല്ല എൻ്റെ മുന്നിൽ എനിക്ക് കർത്താവ് തന്ന കുടുംബം, കുഞ്ഞുങ്ങൾ എന്നുള്ളത് അല്ല എൻ്റെ ജീവിതത്തിൽ അവരുടെ നഷ്ടപ്പെടുവാൻ, അവരുടെ ദൈവകൃപ പോകുവാൻ ഒരിക്കലും ഇടയാകത്തില്ല. രാവിലെയും വൈകിട്ടും ഇവിടെ അമേരിക്കയിലായിരിക്കുമ്പോഴും ഇപ്പോൾ എൻ്റെ ഇളയ മകൻ കാനഡയിലായിരിക്കുന്നു. ആ മകന് വേണ്ടിയും ഫോണിൽ കൂടെ പ്രാർത്ഥിക്കുകയും അവന് ആവശ്യമായ ആലോചന കൊടുക്കുകയും ചിലപ്പോൾ ചില മെസ്സേജുകൾ അവന് വാക്യങ്ങൾ എഴുതി അറിയിക്കുകയും അവരുമായിട്ടുള്ള വ്യക്തിപരമായ റിലേഷൻഷിപ്പിൽ മാത്രമാണ് അല്ലെങ്കിൽ അതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവനെ ഞങ്ങൾ എപ്പോഴും വിളിക്കുകയും സംസാരിക്കുകയും ഞാൻ ശുശ്രൂഷയ്ക്ക് പോകുന്നതിന് മുമ്പേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള എനിക്കൊരു വലിയ ഒരു ആഗ്രഹമാണ്. അത് ഞാൻ എവിടെയാണെങ്കിലും ഇന്നുവരെയും ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ദൈവസന്നിധിയിൽ കുഞ്ഞുങ്ങൾക്ക് അമ്മ എവിടെയാണെന്ന്, എന്താണ് ചെയ്യുന്നതെന്നുള്ള വലിയൊരു ദർശനം എൻ്റെ ഭർത്താവിനും എൻ്റെ കുഞ്ഞുങ്ങൾക്കും ദൈവം കൊടുത്തിട്ടുണ്ട്. സിസ്റ്റർ സൂസൻ,
അപ്പോസ്തലനായ പൗലോസ് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നത്, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമായിരിക്കും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ താങ്കളോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, കർത്താവിൽ നിങ്ങളുടെ പ്രയത്നങ്ങൾ വ്യർത്ഥമല്ല. അതുകൊണ്ട് എപ്പോഴും കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവിൻ. ഈ സമയത്ത് നിങ്ങളുടെ തിരക്കേറിയ സ്കെഡ്യൂളിനുള്ളിൽ തൂലിക ടിവിക്ക് വേണ്ടി ഈ സംഭാഷണത്തിനായി നിങ്ങളുടെ സമയം മാറ്റിവെച്ചതിൽ കർത്താവിൻ്റെ നാമത്തിൽ തൂലിക ടിവിയോടുള്ള ബന്ധത്തിലും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ആമേൻ. താങ്ക് യു.